Anywhere you go, anywhere you go, give it all. ജോക്കോ അൻവർ സംവിധാനം ചെയ്ത് 2017 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് പെങ്കാബ്ദി സൈത്താൻ. സിറ്റിയിൽ നിന്നും മാറി കാട് നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലെ ശ്മശാനത്തിനടുത്ത് ഒരു വീട്, ആ വീട്ടിലെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഫാമിലി. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ അമ്മ മരിച്ചു പോകുന്നു. പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങൾ കൊടൂരം തന്നെയാണ്. പേടിയുള്ളവർ ഈ ചിത്രം രാത്രി കാണരുത്. എപ്പോഴാ എവിടുന്നാ പ്രേതം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അമാനുഷികമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആ ഫാമിലിയിൽ നടന്നിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ പിന്നെയും കഥ മാറുകയാണ്. സോ അതൊക്കെ എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ മരണക്കിടക്കയിൽ കിടന്ന് ഒരു ലേഡി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. ആ സീൻ കട്ട് ചെയ്താൽ കഥയിലെ നായിക റിനിയെ കാണാം. അവൾ ഒരു റോയൽറ്റി കമ്പനിയിൽ ഇരുന്നിട്ടുണ്ട്. എന്തെന്നാൽ അവളുടെ അമ്മ ഒരു സിംഗറാണ്. എന്നാൽ അമ്മ ഇപ്പോൾ രോഗം ബാധിച്ച് ഭയങ്കര കഷ്ടപ്പാടിലാണുള്ളത്. അതിനാൽ പാട്ടുകാർക്ക് കിട്ടുന്ന റോയൽറ്റി ഇൻകം ഉണ്ടല്ലോ, അത് ചോദിച്ചാണ് റിനി കമ്പനിയിൽ വന്നിരിക്കുന്നത്. എന്നാൽ കമ്പനി ഓണർ പറയുന്നു, നിന്റെ അമ്മ 5 വർഷമായി പാട്ടൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ വന്ന് റോയൽറ്റി ചോദിച്ചാൽ എങ്ങനെ തരാൻ പറ്റും? അതിന് എൻ്റെ അമ്മ പാടിയ പാട്ടിന്റെ കാസറ്റൊക്കെ ഇപ്പോഴും റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടല്ലോ സർ എന്ന് റിനി ചോദിക്കുമ്പോൾ, അതിന് ആ കാസറ്റ് അധികം ആരും വാങ്ങാറില്ല, ഇനി അതിൽ നിന്നും ഒരു വരുമാനം പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് റിനിയെ പറഞ്ഞു വിടുകയാണ്. റിനിയുടെ ഫാമിലി വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കാട്ടുവഴിയിലൂടെ ഒക്കെയായി നടന്ന് ഒരു സെമിത്തേരി വഴി നടന്ന് ഒടുവിൽ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് റിനിയുടെ ഫാമിലി. സുഖമില്ലാത്ത പാട്ടുകാരിയായ അമ്മ, വീൽ ചെയറിലുള്ളത് മുത്തശ്ശി, അതേപോലെ റിനിക്ക് 3 അനിയന്മാർ. മൂത്തത് ടോണി പുറത്തു പോയിരിക്കുകയാണ്, രണ്ടാമത്തത് ബോണ്ടി, മൂന്നാമത്തെ ചെറിയ പയ്യൻ ഇയാൻ. അതേപോലെ ഇയാൻ സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവില്ല. റിനി പുറത്ത് നോക്കുമ്പോൾ അവിടെ അച്ഛൻ ഇരുന്നിട്ടുണ്ട്. എന്തോ ഒരു ജോലിയിലാണ് മൂപ്പര്. അച്ഛാ, ഞാൻ പോയ കാര്യം നടന്നില്ല, പൈസ അവർ തരുന്നില്ല, നമുക്ക് ഈ വീട് വിറ്റിട്ട് ചെറിയ ഒരു വീട് വെക്കാം, അതല്ലേ നല്ലത്. അത് കേട്ട്, വീട് വിറ്റിട്ട് നിന്റെ അമ്മയെ എങ്ങനെയാ നോക്കുന്നത്? അത് മാത്രമല്ല, ഈ വീട് നിന്റെ മുത്തശ്ശിയുടെ വീടാണ്, ഇത് അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള പണമെല്ലാം നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങി എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് മണിമുഴക്കം കേൾക്കാൻ തുടങ്ങി. എന്തെന്നാൽ അവളുടെ അമ്മ കിടക്കയിൽ നിന്നും മണി അടിച്ച് വിളിക്കുന്നതായിരുന്നു. നേരെ ബോണ്ടിയോട്, എടാ അമ്മ മണി അടിക്കുന്നത് കേട്ടില്ലേ? അത് കേട്ട് ബോണ്ടി പേടിച്ച പോലെ നോക്കുകയാണ്. എന്തെന്നാൽ അമ്മ കിടപ്പിലായത് മുതൽ ബോണ്ടിക്ക് അമ്മയെ ഓർക്കുമ്പോൾ എന്തോ കണ്ടു പേടിച്ച പോലെയാണ് പെരുമാറ്റം. റിനി നേരെ മേലെ പോയി സുഖമില്ലാതെ കിടക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്നും ബെല്ല് വാങ്ങിവെച്ച്, എന്ത് പറ്റിയമ്മേ, എന്തിനാ വിളിച്ച്? വിശക്കുന്നോ അതോ ബാത്റൂമിൽ പോകണോ എന്നൊക്കെ ചോദിച്ച് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ ആ ബെല്ലെടുത്ത് മുഴക്കിക്കൊണ്ട് മേലെ നോക്കി എന്തോ കണ്ടതുപോലെ അലറാൻ തുടങ്ങി. എന്നാൽ റിനിക്ക് അവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ അമ്മയെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി റിനി പോവുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ നേരം ഇരുട്ടിയിട്ടും മൂത്ത മകൻ ടോണി എന്തേ വരാത്തത് എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു ടോണി. എന്തേ ലേറ്റായത് എന്ന് ചോദിക്കുമ്പോൾ, അവസാനത്തെ ദിവസമല്ലേ, ബൈക്ക് കുറെ ഓടിച്ച് ആശ തീർത്തതാ ഞാൻ എന്നവൻ പറയുകയാണ്. അതായത് വീട്ടിലെ ദാരിദ്ര്യം കാരണം അവൻ്റെ ബൈക്ക് വിൽക്കാൻ പോവുകയാണ്. ഇന്ന് ആ ബൈക്കുമായി പാവം ചെക്കൻ ഒരുപാട് കറങ്ങി വന്നതാണ്. എന്നാൽ അവൻ്റെ മനസ്സിലെ സങ്കടം അവൻ പുറത്ത് കാട്ടാറില്ല. ഇപ്പോൾ അകത്ത് റിനി കുക്ക് ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബോണ്ടി പറയുന്നു, ചേച്ചി, എൻ്റെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞ് അവരെ കുഴിച്ചിടില്ലേ, കുഴിച്ചിട്ട ശേഷം അവിടെയുള്ളവരൊക്കെ തിരിച്ചു പോകുമ്പോൾ ആ സ്ഥലത്തുള്ള അവസാനത്തെ ആൾ ഒരു 40 അടി സഞ്ചരിച്ചു പോയാൽ മരിച്ച ആളുടെ ശവം എഴുന്നേറ്റ് നോക്കും. അത് കേട്ട് അതെങ്ങനെ ടീച്ചർക്ക് മനസ്സിലായി? അവിടെ ടീച്ചർ CC ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് റിനി ചോദിക്കുമ്പോൾ അവിടേക്ക് ടോണി എത്തുകയാണ്. അവൻ
ഒരു കവറിൽ നിന്നും ബീഫ് കറി എടുത്ത് കാട്ടി എല്ലാവരും കഴിച്ച് ഹാപ്പി ആവൂ എന്ന് പറയുമ്പോൾ റിനി വന്ന് നിനക്ക് എവിടുന്ന് ക്യാഷ് കിട്ടി എന്ന് ചോദിച്ച് കൈ നോക്കുമ്പോൾ വാച്ച് കാണാനില്ല. ഇവൻ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും കയ്യിലുള്ളതൊക്കെ വിറ്റ് ആശ്വാസം കണ്ടെത്തുകയാണ്. ഇപ്പോൾ മുകളിൽ നിന്നും അമ്മ മണിമുഴക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ടോണി അമ്മയുടെ അടുത്ത് പോയി തല ചീകി കൊടുക്കാൻ തുടങ്ങി. അന്നേരം അമ്മ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറകിലെ ജനാല കാറ്റ് വന്ന് അടിക്കാൻ തുടങ്ങി. അത് കണ്ട് ഭയന്ന് നേരെ പോയി ജനാല ക്ലോസ് ചെയ്യുമ്പോൾ അമ്മ ജനാലയുടെ വശത്തേക്ക് കൈ ചൂണ്ടി എന്തോ കണ്ടതുപോലെ പേടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് ടോണിയുടെ ഉള്ളിൽ ഒരു ഒന്നൊന്നര ഭയം വന്ന് മുള്ളാതെ പിടിച്ചു നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞ് അവിടേക്ക് ഹസ്ബൻഡ് വന്ന് മക്കൾ വളരെ കഷ്ടപ്പാടിലാണുള്ളത്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോ പറയാനൊരുങ്ങുമ്പോൾ വാതുക്കൽ റിനി നിന്നത് അയാൾ ശ്രദ്ധിക്കുകയും പറയാൻ വന്നത് പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് നീ ഇതുവരെ ഉറങ്ങിയില്ലടി എന്ന് ചോദിച്ച് പോവുകയാണ്. അങ്ങനെ രാത്രി റിനി നല്ല ഉറക്കത്തിലാണ്. അന്നേരം മേലെ നിന്നും അമ്മ മണിമുഴക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് മെല്ലെ പോയി ഡോർ തുറന്ന് നോക്കുമ്പോൾ അമ്മ ജനാലയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. അതേപോലെ പ്രേതത്തെ പോലെ വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ അമ്മ എഴുന്നേറ്റ് നിന്നു എന്ന് സംശയിച്ച് പതുക്കെ അമ്മേ എന്ന് വിളിച്ച് തൊടാൻ നോക്കുമ്പോൾ അവൾ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. എന്നാൽ വീണ്ടും മണിമുഴക്കം കേൾക്കാൻ തുടങ്ങി. പേടിയോടെ അമ്മയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ദേ സ്വപ്നത്തിൽ കണ്ടതുപോലെ അവിടെ ആ പ്രേതം. ഇനി അത് ശരിക്കും അമ്മ തന്നെയല്ലേ? കട്ടിലിൽ അമ്മ ഇല്ലല്ലോ എന്ന് കരുതി പോയി തൊട്ടപ്പോൾ അമ്മ തിരിഞ്ഞു നിന്ന് വാ തുറന്ന് അലറി അവിടെ മയങ്ങി വീഴുകയും അലർച്ച കേട്ട് അച്ഛനും ഓടിയെത്തുകയും നോക്കിയാൽ അമ്മ അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു. എല്ലാവരും സങ്കടപ്പെട്ട് കരയുകയാണ്. അങ്ങനെ ഒടുവിൽ അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്ത അയൽവാസിയായ ഒരു ഉസ്താദ് ഉണ്ട്. അയാളോട് അച്ഛൻ സംസാരിച്ചു പോവുകയാണ്. പുറകിൽ ബോണ്ടിയും റിനിയും വരുമ്പോൾ ഉസ്താദിന്റെ മകൻ പേര് ഹെന്ദ്ര അവൻ റിനിയോട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എടാ ഞാൻ അമ്മ മരിച്ച വിഷമത്തിലാ ഉള്ളത്, ഇപ്പോഴാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് പുറകിലുള്ള ബോണ്ടി അവിടെ നിൽക്കുകയും നീ എന്തിനാ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ 39 അടി നടന്നു, 40ാമത്തെ അടി എടുത്തു വെച്ചാൽ അമ്മ ശവക്കല്ലറയിൽ നിന്നും എഴുന്നേറ്റ് എന്നെ നോക്കില്ലേ? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് 40ാമത്തെ അടി എത്തുമ്പോൾ മരിച്ചവർ എഴുന്നേറ്റ് നോക്കും എന്ന്. അത് കേട്ട് ശരി ഒന്നുകിൽ നീ 40ാമത്തെ അടി നടന്നു തീർക്ക്, അല്ലെങ്കിൽ നീ അവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് റിനി പോവുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം മരണത്തിന് ശേഷമുള്ള ആചാരപ്രകാരമുള്ള പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് 2 കുട്ടികളുടെ റൂമിൽ പോയിട്ട് നോക്കുമ്പോൾ ഇയാൻ കിടന്നിട്ടുണ്ടെങ്കിലും ബോണ്ടി പേടിച്ച് ഇരിക്കുകയാണ്. ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ശരി നാളെ നീ പോകണ്ട, കുറെ കടങ്ങളൊക്കെ വീട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ പുറം നാട്ടിൽ പോയിട്ട് ജോലി ചെയ്താലേ എല്ലാം ശരിയാവുകയുള്ളൂ, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞെങ്കിലും പോയേ പറ്റുമോനെ, ചേച്ചി പറയുന്നത് അനുസരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. എന്നാൽ ബോണ്ടിക്ക് എന്തോ ഒരു പേടി അവൻ്റെ അമ്മ കാരണം തന്നെ ഉണ്ട്. ഇപ്പോൾ പേടിച്ച് അനിയനെ നോക്കി എടാ നിനക്ക് അവിടെ കിടക്കാൻ പേടിയുണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് കിടക്ക് എന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കുമ്പോൾ എനിക്ക് പേടിയില്ല, നിനക്കല്ലേ പേടി, ഞാൻ ഇവിടെ തന്നെ കിടക്കാം എന്നവൻ പറയുകയാണ്. ഇപ്പോൾ അച്ഛൻ ടോണിയോടും റിനിയോടും പറയുന്നു എനിക്ക് പോയേ പറ്റൂ, നിങ്ങളെ നോക്കണം, പിന്നെ കൊടുത്തു തീർക്കാനുള്ള കടം എല്ലാം വീട്ടണം, എങ്കിൽ എനിക്ക് പോയേ പറ്റൂ. അത് കേട്ട് അച്ഛാ നിങ്ങളുടെ കയ്യിൽ ഫോൺ പോലുമില്ല, എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യുന്നത് എന്ന് ടോണി ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാലത്തേക്ക് കഷ്ടപ്പെട്ടേ മതിയാവൂ, അതുവരെ നിങ്ങൾ 2 പേരും ചേർന്ന് അനിയന്മാരെ നോക്കണം, നിങ്ങൾ വലിയ കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം 2 പേരുടെയും തലയിലിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അർദ്ധരാത്രിയായപ്പോൾ ബോണ്ടിയെ ആണെങ്കിൽ പേടിച്ചിട്ട് അവന് ഉറക്കം പോലും വരുന്നില്ല. അതിനാൽ എഴുന്നേറ്റ് നടന്ന് ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ്. ആ ജനാല തുറന്നാൽ അടുത്തുള്ളത് ഒരു സെമിത്തേരിയാണ്. ആ സെമിത്തേരിയിലേക്ക് നോക്കി നിൽക്കെ അവിടെ ഒരു വെളിച്ചം പോലെ ഒരു രൂപം നടന്നു പോകുന്നത് കാണുകയും പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് മറ്റൊരു രൂപം വന്ന് നിൽക്കുകയും പേടിച്ച് അലറി നോക്കിയപ്പോൾ അത് അനിയൻ ഇയാൻ ആയിരുന്നു. നീയായിരുന്നോ? എടാ അവിടെ നോക്ക്, ടോർച്ച് പിടിച്ച ഒരു പ്രേതം. അത് നോക്കി ഇയാൻ പറയുന്നു എടാ മണ്ട, അത് പ്രേതമല്ല, ആരോ പോകുന്നതാ. ആണോ? എനിക്ക് പേടിയൊന്നുമില്ല, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ, വാ നമുക്ക് കിടന്നുറങ്ങാം എന്ന് ആംഗ്യ ഭാഷയിൽ പറഞ്ഞ് കിടക്കുകയാണ്. ടോണി ഉറക്കം വരാത്തതിനാൽ റേഡിയോയിൽ പാട്ട് വെക്കാൻ ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിൽ ടോണിയുടെ അമ്മ മണിമുഴക്കാറിലെ ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ റേഡിയോ ഓഫ് ചെയ്യുകയും എന്നാൽ വീണ്ടും ആ മണിമുഴക്കം കേൾക്കാൻ തുടങ്ങി. അത് എവിടുന്ന ആ ശബ്ദം എന്ന് കൗതുകത്തോടെ നേരെ അവൻ്റെ അമ്മ കിടന്നിരുന്ന റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ദേ ആ മണി വായുവിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.
പെട്ടെന്ന് അത് താഴെ വീഴുകയും അലറി ഓടിപ്പോയി റൂമിൽ കയറി പുതച്ച് തലയണ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതെന്താ ടാപ്പിൽ വെള്ളം വരാത്തത്, അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ പോയി, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് റിനി പോകുമ്പോൾ ടോണി ഒരു കളിപ്പാട്ടം എടുത്ത് ബോണ്ടിക്ക് കൊടുക്കുകയാണ്. ആ കളിപ്പാട്ടം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നോക്കിയാൽ ചിത്രങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ഒരു ക്യാമറ പോലത്തെ കളിപ്പാട്ടമാണത്. അത് അവന് കൊടുത്തിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ അവിടേക്ക് ഇയാൻ എത്തി. എനിക്ക് താ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ, അതിനുശേഷം നിനക്ക് തരാം എന്ന് ബോണ്ടി പറയുകയാണ്. ഇപ്പോൾ ടാങ്കിൽ വെള്ളം ഇല്ലാത്തതിനാൽ കിണറ്റിൽ നിന്നും വെള്ളം കോരി പാത്രങ്ങളൊക്കെ കഴുകി തിരിച്ചു വരാൻ നേരത്ത് കിണറ്റിൽ നിന്നും ആരോ റിനിയെ വിളിക്കുന്ന പോലത്തെ വോയിസ് കേൾക്കാൻ തുടങ്ങി. അതാരാ എന്ന് നോക്കാൻ റിനിക്ക് പേടിയാവുകയും തിരിഞ്ഞു പോലും നോക്കാതെ അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ടോണി കൊടുത്ത ടോയ് ക്യാമറ വെച്ച് ബോണ്ടി ഓരോ ചിത്രവും തിരിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് അതിൽ ഒരു ചിത്രം അമ്മയുടെ പ്രേതം പോലെ വന്നു പോവുകയും പേടിച്ച് വിറച്ച് ക്യാമറ നിലത്തിടുകയാണ്. ഇപ്പോൾ ഇയാനെ കാണാം. അവൻ കണ്ണ് പൊത്തി കളിക്കുകയാണ്. 1 മുതൽ 100 വരെ എണ്ണി നേരെ പോയി ഒരു ഡോർ തുറന്നു നോക്കിയപ്പോൾ മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കൂടെയാണ് കളിച്ചത്. അങ്ങനെ അമ്മ മരിച്ച് 2ാമത്തെ ദിവസം ഇങ്ങനെ പോവുകയും അന്ന് രാത്രി ടോണി ഉറങ്ങുന്നതിന് മുൻപ് പാട്ട് കേട്ട് ഉറങ്ങാൻ റേഡിയോ മാംഗോ 99.9 വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് മണിമുഴക്കം കേൾക്കാൻ തുടങ്ങി. പേടിച്ച് റേഡിയോ ഓഫ് ചെയ്ത് മാറ്റിവെച്ച് ഭയത്തോടെ ഇരിക്കുമ്പോൾ ദേ ഒരു പ്രേതം ഉയർന്നു വന്ന് എൻ്റെ തല ചീകിത്താ എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ നോക്കിയാൽ ചീർപ്പും അവൻ്റെ അമ്മയുടെ തലമുടിയുണ്ട്. പേടിച്ച് മൂത്രമൊഴിക്കുന്നതിന് മുൻപേ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. കയ്യിൽ ചീർപ്പും ഇല്ല. ഇപ്പോൾ മറ്റേ റൂമിലെ ചെറിയ പയ്യൻ ഇയാൻ മൂത്രമൊഴിക്കാൻ ഒറ്റയ്ക്ക് പോയി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടാ ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ബോണ്ടി പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇയാൻ ഒഴിച്ച് റൂമിലേക്ക് തിരിച്ചു പോവുകയും പുറകെ ബോണ്ടിയും പോയി നോക്കുമ്പോൾ അവിടെ ഇയാൻ എന്തോ കണ്ടതുപോലെ ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ എന്തോ ഉണ്ട് ഏട്ടാ എന്ന് അവൻ ആംഗ്യം കാണിക്കുമ്പോൾ അത് കേട്ടതോടെ ബോണ്ടി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പതുക്കെ പോയി ആ ബെഡ്ഷീറ്റ് എടുത്ത് എറിഞ്ഞപ്പോൾ ഒരാളുടെ ദേഹത്തേക്ക് ബെഡ്ഷീറ്റ് എങ്ങനെയാണോ വീഴുന്നത് അതേപോലെ രൂപമായി നിൽക്കുകയാണ്. അവരുടെ കരച്ചിൽ കേട്ട് അവിടേക്ക് റിനി എത്തുകയും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പ്രേതം എന്ന് പേടിച്ച് പറയുകയാണ്. അന്നേരം ഇയാൻ പറയുന്നു ഞാൻ കണ്ടില്ല, ഞാൻ പേടിച്ച് കണ്ണു പൊത്തി നിൽക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയോ അമാനുഷിക കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി എന്ന് റിനി വിശ്വസിക്കുകയാണ്. ഇപ്പോൾ മറ്റേ റൂമിൽ മുത്തശ്ശി സങ്കടപ്പെട്ട പോലെ ഒരു ലെറ്റർ എഴുതുന്നത് കാണാം. അങ്ങനെ പിറ്റേ ദിവസം ടോണി നേരെ സെമിത്തേരിയിൽ അമ്മയുടെ കല്ലറയുടെ അടുത്ത് പോയി അമ്മേ നിങ്ങൾ രാത്രിയിൽ വെറുതെ ചീർപ്പും ബെല്ലും അന്വേഷിച്ച് റൂമിലേക്ക് വരണ്ട, കാണുമ്പോൾ പേടിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ചീർപ്പും ബെല്ലും അവിടെ കുഴിച്ചു മൂടുകയാണ്. അല്പം കഴിഞ്ഞ് റിനിയും ഹെന്ദ്രയും മീറ്റ് ചെയ്യുകയാണ്. അവൻ പറയുന്നു നിന്റെ അമ്മയുടെ ഡെഡ് ബോഡിയെ കുഴിയിൽ വെക്കുമ്പോൾ ഒരു കൊടൂര രൂപത്തെ ഞാൻ കണ്ടു, പിന്നീട് അതിനെ കണ്ടില്ല. അക്കാര്യം നിന്നോട് പറയാനാ ഞാൻ ശ്രമിച്ചത്. എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. രാത്രി സെമിത്തേരിയിൽ പോയി ഞാൻ ചെക്ക് ചെയ്തു, പക്ഷെ ഒന്നും കണ്ടില്ല. അതായത് അന്ന് രാത്രി ബോണ്ടി ജനാല തുറന്നു നോക്കുമ്പോൾ ഇവനെ കണ്ടാണ് പേടിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുകൂടി നടക്കുമ്പോൾ ഞാൻ ആ രൂപത്തെ നിങ്ങളുടെ വീടിന്റെ ജനാല വഴി കണ്ടു. നിങ്ങൾ ഇവിടെ സേഫ് അല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോയിക്കോ. അത് കേട്ട് ഞങ്ങൾ എവിടെ പോകാൻ, വീട്ടിലാണെങ്കിൽ അച്ഛനില്ല, അനിയന്മാരെ കൂട്ടി ഞാൻ എവിടെ പോകാനാ, ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത അവസ്ഥ എന്ന് റിനി പറയുമ്പോൾ എടി എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ആ മതി, നീ ചെയ്ത സഹായം ഒക്കെ മതി എന്ന് പറഞ്ഞ് റിനി പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ വീട്ടിൽ മുത്തശ്ശിയെ കാണാം. എന്തോ കണ്ടു പേടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അല്പം കഴിഞ്ഞ് താഴെ റിനി എത്തി. എന്താടാ ഫുഡെല്ലാം കഴിച്ചോ എന്ന് ചോദിച്ച് മുത്തശ്ശി എവിടെ എന്ന് ചോദിച്ച് അവിടെ അന്വേഷിക്കാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കുകയാണ്. ആരാണെന്ന് നോക്കിയാൽ അത് ബോണ്ടിയായിരുന്നു. കിണറ്റിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ച് അവൻ പേടിച്ച് അലറുകയാണ്. റിനി ഓടിപ്പോയി നോക്കുമ്പോൾ കിണറ്റിൽ മുത്തശ്ശി വീണ് കിടക്കുന്ന കാഴ്ച കാണുകയാണ്. അങ്ങനെ നിലവിളിച്ച് ആൾക്കാരെ വിളിച്ച് മുത്തശ്ശിയെ പുറത്തെടുത്തെങ്കിലും മുത്തശ്ശി മരിച്ചു പോയിരുന്നു. മുത്തശ്ശിയുടെ മകനാണല്ലോ റിനിയുടെ അച്ഛൻ. എന്നാൽ അച്ഛനെ വിളിക്കാൻ ഒരു കോണ്ടാക്ട് നമ്പർ പോലുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ? എല്ലാവരും കൂടി മുത്തശ്ശിയുടെ ഡെഡ് ബോഡി അടക്കം ചെയ്യുകയാണ്. അന്നേരം ഹെന്ദ്ര റിനിയോട് എടി ഞാൻ കാരണം അല്ലേ ഇത് സംഭവിച്ചത്, ഞാൻ നിന്നെയും കൂട്ടിയിട്ട് സംസാരിക്കാൻ പോയത് കൊണ്ടല്ലേ മുത്തശ്ശിയെ കെയർ ചെയ്യാൻ പറ്റാത്തത്, എല്ലാറ്റിനും സോറി എന്ന് പറയുകയാണ്. അങ്ങനെ ആ ചടങ്ങിന് ശേഷം ഇപ്പോൾ ആ വീട്ടിലുള്ളത് 4 പേർ. എല്ലാം കണ്ടു ബോണ്ടിക്ക് പേടിപ്പനി വരികയും ചെയ്തു.
അതേപോലെ മുത്തശ്ശിയുടെ വീൽ ചെയർ ഇനി ആവശ്യമില്ലല്ലോ എന്ന് കരുതി അതിനെ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ കൊണ്ടുപോയി വെക്കുമ്പോൾ മുത്തശ്ശി സങ്കടപ്പെട്ട് ഒരു ലെറ്റർ എഴുതിയിരുന്നില്ലേ, ആ ലെറ്റർ റിനിക്ക് കിട്ടുകയാണ്. അതിൽ ഒരു അഡ്രസ്സും ഉണ്ട്. നേരെ ഹെന്ദ്രയെ മീറ്റ് ചെയ്തിട്ട്, എടാ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം, മുത്തശ്ശി മരിക്കുന്നതിന് മുൻപ് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, ആ അഡ്രസ്സിലേക്ക് പോകണം. അങ്ങനെ അവർ സിറ്റിയിലേക്ക് പോവുകയും ആ അഡ്രസ്സിലുള്ള വീട്ടിൽ പോയി ഡോറിൽ തട്ടിയപ്പോൾ ബൂഗിമാൻ എന്നൊരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. അയാളോട് എൻ്റെ മുത്തശ്ശി മരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു ലെറ്റർ എഴുതിയിരുന്നു, ഹെൽപ്പ് എന്ന് മാത്രമാണ് എഴുതിയത്, എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്ത് ഹെൽപ്പ് ആണ് നിങ്ങളോട് എൻ്റെ മുത്തശ്ശി ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവരെ അകത്ത് ഇരുത്തി ബോഗിമാൻ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ബോഗിമാൻ റിനിയുടെ മുത്തശ്ശിയുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാണ്. ബോഗിമാന് അന്ധകാലത്ത് മുത്തശ്ശിയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശി വേറെ ഒരാളെ കെട്ടുകയായിരുന്നു. അങ്ങനെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് റിനിയുടെ അച്ഛൻ. നിന്റെ അച്ഛൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു, എന്നാൽ നിന്റെ മുത്തശ്ശിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല. അതെന്താ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് റിനി ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു. സ്റ്റേജിലൊക്കെ കയറി ജീൻസ് പാൻറ്റും ടോപ്പും ഒക്കെ ഇട്ട് പാട്ടുപാടി നടക്കുന്ന അവളെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പോക്ക് കേസാണെന്ന് പറഞ്ഞ് അവളെ കെട്ടാൻ പാടില്ല എന്ന് നിന്റെ അച്ഛനോട് അച്ഛൻ്റെ അമ്മ പറഞ്ഞു. എന്നാൽ നിന്റെ അച്ഛൻ ആരാമോൻ അമ്മയുടെ വാക്ക് കേൾക്കാതെ പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. എന്നാൽ അവർക്ക് കുട്ടികൾ ജനിച്ചില്ല. അതിനാൽ നിന്റെ മുത്തശ്ശിക്ക് നിന്റെ അമ്മയെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കലിപ്പായിരുന്നു. അത് കേട്ട് അതിന് എൻ്റെ മുത്തശ്ശിയും അമ്മയും പരസ്പരം വഴക്കിടുന്നതും ദേഷ്യപ്പെടുന്നതും ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് റിനി ചോദിക്കുമ്പോൾ, അതെ, നീ ജനിക്കുന്നതുവരെ നിന്റെ അമ്മയെ മുത്തശ്ശിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ, എന്നാൽ നീ ജനിച്ചതോടെ മുത്തശ്ശി നിന്റെ അമ്മയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്ന് ബോഗിമാൻ പറയുകയാണ്. ശരി, ഇപ്പോൾ എന്ത് സഹായം ചോദിച്ചാണ് മുത്തശ്ശി നിങ്ങൾക്ക് കത്തെഴുതി അയക്കാൻ ശ്രമിച്ചത്? നിന്റെ അമ്മ എപ്പോഴാണോ രോഗം ബാധിച്ച് കിടപ്പിലായത് അന്ന് മുതൽ നിന്റെ മുത്തശ്ശിക്ക് ഒരു ഡൗട്ട് വന്നു. എന്ത് ഡൗട്ട് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അമ്മ കുഞ്ഞുണ്ടാവാൻ വേണ്ടി ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത്, സാത്താനെയാണ് പൂജിച്ചത് എന്ന് സംശയം നിന്റെ മുത്തശ്ശിക്കുണ്ടായി. അത് കേട്ട് റിനി ചിരിക്കാൻ തുടങ്ങി. എന്ത് സാത്താനോ? അതെ, നിനക്കതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ ദേ ഈ ബുക്ക് വായിക്ക് എന്ന് പറഞ്ഞ് ബോഗിമാൻ എഴുതിയ ഒരു പുസ്തകം കൊടുക്കുകയാണ്. അതിനുശേഷം അവർ പോകാൻ തുടങ്ങുമ്പോൾ, ശരി, എന്തെങ്കിലും പുതിയ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ എന്ന് പറഞ്ഞ് ഹെന്ദ്ര അവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി ബോഗിമാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ പനി പിടിച്ച് കിടക്കുന്ന ബോണ്ടി ഉറക്കത്തിൽ പിച്ചും പേയും പറയാൻ തുടങ്ങി. ഇല്ല, ഞാൻ കൊല്ലില്ല, എൻ്റെ അനിയനെ ഞാൻ കൊല്ലില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് റിനി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ബോണ്ടി പ്രേതബാധ കയറിയതുപോലെ ഇരിക്കുകയാണ്. റിനി ഫുഡ് എടുത്ത് അവൻ്റെ മുന്നിൽ വെച്ച് കഴിക്കാൻ പറയുകയും അവൻ അതേ ഗൗരവത്തിൽ കഴിക്കുകയും ശേഷം അവനോട് പോയി കിടക്കാൻ പറയുകയും ബോണ്ടി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ടോണി ചെറിയ പയ്യനോട് തമാശ കാട്ടിയ ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞു പോവുകയാണ്. അല്പം കഴിഞ്ഞിട്ടും ഇയാന് ഉറക്കം വരാത്തതിനാൽ തിരിഞ്ഞു കിടക്കുമ്പോൾ ബോണ്ടി ആംഗ്യഭാഷയിൽ ഉറക്കത്തിൽ എന്തോ പറയാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ കൊല്ലും എന്നാണ്. അത് കണ്ട് പേടിച്ച് അവൻ കണ്ണു പൊത്തി കിടക്കുകയും ശേഷം പതുക്കെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ബോണ്ടി ഉറങ്ങുന്നത് കാണുകയും എനിക്ക് തോന്നിയതാവും എന്നവൻ കരുതുകയാണ്. അല്പം പേടിച്ചതിനാൽ മൂത്രമൊഴിക്കാൻ വരികയും ഏട്ടനോട് പറയാതെ പതുക്കെ മൂത്രമൊഴിക്കാൻ ചുമരിൽ തടവിക്കൊണ്ടു പോവുകയാണ്. വീടിൻ്റെ ഡോർ തുറക്കുമ്പോൾ ആ രൂപത്തെ കണ്ട് പേടിച്ച് ഷഡ്ഡിയിൽ മൂത്രമൊഴിച്ച് ഓടാൻ നോക്കുമ്പോൾ അവന്റെ ഷർട്ട് ഒരു കൊളുത്തിൽ തടഞ്ഞു നിൽക്കുകയും പിടിച്ചു, എന്നെ പ്രേതം പിടിച്ചു എന്ന് കരുതി തിരിഞ്ഞു പോലും നോക്കാതെ ഭയന്ന് ശബ്ദമില്ലാതെ അലറാൻ തുടങ്ങി. വാ തുറന്ന് വിളിക്കാൻ അവന് സംസാരിക്കാനുള്ള കഴിവില്ലല്ലോ. ഇപ്പോൾ ആ ഡോർ വഴി ഒരു കൈ അല്ല 2 കൊടൂര കൈ വന്ന് ആ ഡോർ തുറക്കാൻ തുടങ്ങി. ആ സീന് അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ റിനി 2 പേരെയും ഉണർത്താൻ വരുമ്പോൾ ഇയാനെ കാണാനില്ല. ബോണ്ടിയുടെ പനി കുറഞ്ഞോ എന്ന് നോക്കി ഇയാനെ വീട് മൊത്തം അന്വേഷിച്ച ശേഷം കിണറുള്ള ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു വശത്ത് ഒരു പെട്ടി കാണുകയാണ്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നറിയാതെ പതുക്കെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ദേ പെട്ടിക്കുള്ളിൽ ഇയാൻ കിടക്കുന്നു. തട്ടി വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. റിനിയുടെ നെഞ്ചിടിപ്പ് കൂടി വരികയും പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. ശേഷം അകത്തേക്ക് കൂട്ടിയിട്ട് പോയി ഇരുത്തി, നീ എന്തിനാടാ പെട്ടിക്കുള്ളിൽ പോയി കിടന്നത്? പേടിയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കിടന്നൂടെ എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ടോണി വന്ന്, ഇതെന്താ ഈ പുസ്തകം? എടാ, അത് നമ്മുടെ മുത്തശ്ശി ബോഗിമാൻ എന്നൊരുത്തന് ലെറ്റർ എഴുതിയിരുന്നു. അയാളെ ഞാൻ കാണാൻ പോയപ്പോൾ ബോഗിമാൻ തന്നതാ. ചേച്ചി, ഞാൻ ഈ ബുക്ക് വായിച്ചു. ഇതിൽ എന്താ ഉള്ളത് എന്നറിയോ? എന്താ, ഞാനത് വായിച്ചില്ല എന്ന് റിനി പറയുമ്പോൾ അവൻ പറയാൻ തുടങ്ങി,
അതായത് ചേച്ചി, ഈ കല്യാണം കഴിഞ്ഞിട്ടും പ്രസവിക്കാത്തവർക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഒരു പൂജ പ്രാർത്ഥന ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അത് ദൈവത്തിന്റെ സ്ഥലം അല്ല, സാത്താന്റെ ഒരു കൂട്ടം ആൾക്കാരാണ് ആഭിചാര പൂജ ഒക്കെ ചെയ്ത് കുട്ടികൾ ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ സാത്താനെ പ്രാർത്ഥിച്ച് ജനിക്കുന്ന അവസാനത്തെ കുഞ്ഞിന് 7 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ സാത്താന് ബലി കൊടുക്കണം. ചേച്ചിക്ക് 22 വയസ്സല്ലേ, എനിക്ക് 16, ബോണ്ടിക്ക് 11 വയസ്സ്, ഇയാന് 6 വയസ്സ്. നമ്മുടെ അമ്മയ്ക്ക് ആദ്യം കുട്ടിയുണ്ടാവില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരുന്നത്? അതിനുശേഷം അമ്മ സാത്താനെ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കും ചേച്ചിയെ അമ്മ പ്രസവിച്ചത്. എന്നാൽ ചേച്ചിയെ സാത്താന് കൊടുക്കാൻ അമ്മയ്ക്ക് മനസ്സ് വരാത്തതിനാൽ ചേച്ചിക്ക് 7 വയസ്സാകുന്നതിന് മുൻപ് അമ്മ വീണ്ടും പ്രഗ്നന്റായി എന്നെ പ്രസവിച്ചു. എന്നെ സാത്താന് കൊടുക്കാൻ മനസ്സ് വരാത്തതിനാൽ എനിക്ക് 7 വയസ്സാവുന്നതിന് മുൻപ് അമ്മ ബോണ്ടിയെ പ്രസവിച്ചു. അവനെയും സാത്താന് കൊടുക്കാൻ അമ്മക്ക് മനസ്സ് വരാത്തതിനാൽ അവന് 7 വയസ്സാകുന്നതിന് മുൻപ് അമ്മ ഇയാനെ പ്രസവിച്ചു. അങ്ങനെ പ്രസവിച്ച് അമ്മ കിടപ്പിലായി. വേറെ ഒരു കാര്യം പറയാം, അമ്മ ഒരു സിംഗർ ആയതുകൊണ്ട് ഒരുപാട് ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതേപോലെ വീട്ടിൽ ഒരുപാട് ഫംഗ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമിലും ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആരോടും മിങ്കിൾ ആവാറില്ല, ആരോടും സംസാരിക്കാറില്ല, എന്നാൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ആൽബം എടുത്തിട്ട് ദേ നോക്ക്, എല്ലാ ഫംഗ്ഷനിലും ഇവരെ കാണുന്നില്ലേ? ഞാൻ എല്ലാരോടും പോയി ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ആരാ എന്ന്. പക്ഷെ അവരാരും എന്നോട് ഒന്നും പറഞ്ഞില്ല, എന്നെ തുറിച്ചു നോക്കി പേടിപ്പിച്ചു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കി പറയാൻ വരുമ്പോൾ ഇടയിൽ കയറി റിനി പറയുന്നു, എടാ നിർത്തടാ, നീ ഒരു സിനിമയ്ക്കുള്ള കഥ പറയുകയാണോ? ഇപ്പോൾ എല്ലാവരും വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങൂ. അതിനു മുൻപ് ഫുഡ് ഉണ്ടാക്കണം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് റിനി അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. ശേഷം ഇയാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഫുഡ് വിളമ്പാൻ ഫുഡ് എടുത്ത് വരുമ്പോൾ എന്തോ ഒന്ന് അവിടെയുള്ളത് പോലെ തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശിയുടെ റൂമിലിട്ട് അടച്ചു വെച്ച വീൽ ചെയർ ഇവിടെയുണ്ട്. അതുമാത്രമല്ല, ഗ്ലാസ് വഴി നോക്കുമ്പോൾ മുത്തശ്ശിയുടെ രൂപം കാണുകയാണ്. ഉടനെ അയൽവാസിയായ ഉസ്താദിനെ കൂട്ടി വരികയും മുത്തശ്ശിയുടെ രൂപത്തെ കണ്ടു എന്ന് പറയുകയും ഉസ്താദ് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം നിന്റെ അമ്മയുടെ റൂം എവിടെ എന്ന് ചോദിച്ച് അമ്മയുടെ റൂമിലേക്കും പോയി നോക്കിയിട്ട് പറയുന്നു, ചില അമാനുഷിക ശക്തികൾ നമുക്ക് ചുറ്റും ഉണ്ട്, നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടാവണം, അതേപോലെ ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് പോവുകയാണ്. അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി റിനി മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ദേ ഒരു രൂപം. പിന്നെ ഒന്നും നോക്കിയില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്തു വന്നാലും നിസ്കാരം നിർത്തില്ല എന്ന് ഉറപ്പിച്ച് നിസ്കരിക്കുമ്പോൾ നോക്കിയാൽ ദേ ഒരു പ്രേതം ഇരിക്കുന്നു. ഈ സമയത്ത് മറ്റേ റൂമിൽ 2 പേർ ഉറങ്ങുമ്പോൾ ഇയാന് ഉറക്കം തെളിഞ്ഞ് പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ദേ ബോണ്ടിയുടെ അടുത്ത് മുത്തശ്ശിയുടെ പ്രേതം. അത് ബോണ്ടിയോട് എന്തൊക്കെയോ കുണുകുണുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൻ പേടിച്ച് വിറച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് അത് തിരിഞ്ഞു നോക്കിയതും ഇയാൻ ഞെട്ടി പുതപ്പ് മൂടിക്കിടക്കുകയാണ്. ഇപ്പോൾ റിനി അടുത്ത് എന്തോ ഒരു രൂപം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഭയന്നെങ്കിലും നിസ്കാരത്തിൽ നിന്നും വിട്ടുമാറാതെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അന്നേരം റിനി പേടിച്ച് അലറി ഒച്ച വെച്ച് ഓടിപ്പോയി അനിയന്മാരെ എല്ലാവരെയും ഉണർത്തി നേരെ അയൽവക്കത്തെ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ റിനിയും ടോണിയും പിന്നെ ഉസ്താദിന്റെ മകൻ ഹെൻറിയും സംസാരിക്കുകയാണ്. ടോണി ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി. ചേച്ചി, ആ പുസ്തകത്തിലുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ സാത്താനെ പ്രാർത്ഥിച്ച് ഉണ്ടായ ഫാമിലിയിലെ അവസാനത്തെ കുട്ടിയെ സാത്താൻ കൊടുക്കണം എന്നത് സാത്താന്റെ ഗ്രൂപ്പിലെ നിയമമാണ്. പക്ഷെ മനുഷ്യർ ആ കുഞ്ഞിന് മനസ്സറിഞ്ഞു കൊടുത്താൽ മാത്രമേ സാത്താന് ആ കുട്ടിയെ 7ാമത്തെ വയസ്സിൽ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഫോൺ റിംഗ് ആവാൻ തുടങ്ങി. അത് കേട്ട് ഹെൻഡ്ര പോയി കോൾ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു പറയുന്നു, ബോഗിമാൻ ആണ് വിളിച്ചത്, ഉടനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാ ഇവരെ വിട്ടുവരുന്നത് എന്ന് റിനി പറയുമ്പോൾ നീ വരണ്ട, അക്കാര്യം ഞാൻ നോക്കാം, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു ഹെൻഡ്ര ബോഗിമാനെ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ടോണി പറയുന്നു, ചേച്ചി, ആ പുസ്തകത്തിൽ വേറെ ഒരു കാര്യം കൂടി ഞാൻ വായിച്ചു. സാത്താനെ പ്രാർത്ഥിച്ചിട്ടും ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയില്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിന് പകരം സാത്താന്റെ ഗ്രൂപ്പിലുള്ള വേറെ ഒരുത്തൻ വന്ന് ആ പെണ്ണുമായി ഡിങ്കോൾഫ് ചെയ്യും. അങ്ങനെ അവരെ പ്രഗ്നന്റ് ആക്കും. ചേച്ചി ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ 4 പേരുടെയും മുഖം നോക്ക്, എല്ലാരും ഒരുപോലെയല്ലല്ലോ ഉള്ളത്. ഇനി ചിലപ്പോൾ നമ്മുടെയൊക്കെ അച്ഛൻ ഒന്നല്ലെങ്കിലോ? അത് കേട്ട് എടാ നീ എന്തൊക്കെയാ പറയുന്നത്, ചില ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാവരും ഒരേ മുഖച്ഛായ ആവണമെന്നില്ല. ഇല്ല ചേച്ചി, എനിക്കതിൽ ഉറപ്പില്ല എന്ന് ഉറപ്പിച്ച് അവൻ പറയുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ അമ്മ ഇവർ ജനിക്കുന്നതിന് മുൻപ് കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞ് ആ സാത്താനെ പൂജിക്കുന്ന
ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്തിരുന്നു. ഇവരുടെ അമ്മയ്ക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ കാരണം അമ്മയുടെ മിസ്റ്റേക്ക് അല്ല, അത് അച്ഛൻ്റെയാണ്. അങ്ങനെ ആ ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഒരുത്തനുമായി ഡിങ്കോൾഫ് ചെയ്ത് അമ്മ പ്രഗ്നന്റ് ആയി. ആദ്യത്തെ കുട്ടി റിനിയാണ്. റിനിക്ക് 7 വയസ്സാവുന്നതിന് മുൻപ് റിനിയെ സാത്താന് കൊടുക്കാൻ മനസ്സ് വരാതെ അമ്മ അടുത്ത കുട്ടിയെ ഗർഭം ധരിക്കാൻ വീണ്ടും ആ ഗ്രൂപ്പിലേക്ക് തന്നെ അമ്മ പോയി വീണ്ടും പ്രഗ്നന്റ് ആയി. അങ്ങനെ ഓരോരുത്തരെയും സാത്താന് കൊടുക്കാൻ മടിച്ചതിനാലാണ് 4 കുട്ടികളുണ്ടായത്. അതായത് 4 കുട്ടികളുടെ അച്ഛൻ ആ സാത്താന്റെ ഗ്രൂപ്പിലുള്ള 4 പേരാണ്. ഇപ്പോൾ അവിടേക്ക് ഉസ്താദ് വന്ന് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മുൻപ് മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഉസ്താദുമാരെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് ഒരു പ്രാർത്ഥന നടത്തിയാൽ എല്ലാം ശരിയാവും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അവിടെ ഇയാൻ ഇരുന്നിട്ട് കൊച്ചു TV കണ്ട് രസിക്കുകയാണ്. എന്നാൽ പുറകിൽ ബോണ്ടി ഗൗരവത്തിൽ ഇരുന്നിട്ട് TV കാണുകയാണ്. അവന്റെ അടുത്ത് ഫ്രൂട്ട്സും കത്തിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റൊരിടത്ത് ഹെന്ദ്ര ബോഗിമാനെ കാണാൻ പോയപ്പോൾ എവിടെ റിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ വന്നില്ല, എന്നോട് കാര്യം പറ എന്ന് ഹെന്ദ്ര പറയുമ്പോൾ ശരി, ഇത് ഈ ലെറ്റർ കൊണ്ടുപോയി റിനിക്ക് കൊടുക്ക്, ഇത് ഞാൻ അടുത്തതായി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ആർട്ടിക്കിളാണ് എന്ന് ബോഗിമാൻ പറയുമ്പോൾ ശരി, ഇത് ഞാൻ കൊടുക്കാം, അതിനു മുൻപ് ദയവ് ചെയ്ത് പറ എന്താ ഇവിടെ നടക്കുന്നത്. അത് കേട്ട് ബൂഗിമാൻ ഹെൻഡ്രയുടെ കാതിൽ എന്തോ ഒരു രഹസ്യം പറയുകയും അത് കേട്ട് അവൻ ഞെട്ടുകയും പിന്നെ ഒന്നും നോക്കിയില്ല, ബൈക്ക് എടുത്ത് പറത്തി വിടുകയാണ്. ധൃതിയിൽ പോകുമ്പോൾ ആരോ കുറുകെ ഓടി വരുന്നതായി കണ്ട് കൺട്രോൾ തെറ്റി ഹെന്ദ്രയുടെ കഥ കഴിഞ്ഞു. അങ്ങനെ ഹെന്ദ്രയുടെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഉസ്താദ് അലറി അലറി കരയാൻ തുടങ്ങി. ഡെഡ് ബോഡി വാഹനത്തിൽ നിന്നും എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൂഗിമാൻ കൊടുത്ത കവർ നിലത്ത് വീഴുകയും അത് റിനി കാണുകയും എടുത്ത് മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഹെന്ദ്രയുടെ മരണാനന്തര ചടങ്ങ് ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി എല്ലാവരും ഉസ്താദിന്റെ വീട്ടിൽ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. അന്നേരം റിനിക്ക് ജനാലയുടെ അടുത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. പതുക്കെ പോയി ജനാല തുറന്നു നോക്കുമ്പോൾ ദേ ഹെന്ദ്രയുടെ ആത്മാവ് നിൽക്കുന്നു. പേടിച്ച് ജനാല അടക്കാൻ നോക്കുമ്പോൾ ഒരു കൈ വന്ന് അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് പുറം നാട്ടിലേക്ക് ജോലിക്ക് പോയ അച്ഛൻ തിരിച്ചെത്തുകയും ചെയ്തു. ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഓൺലൈൻ സ്റ്റോറി പോലെ അച്ഛന് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പോവാൻ പാടില്ലായിരുന്നു, എല്ലാം എൻ്റെ തെറ്റാണ്, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ശേഷം മുത്തശ്ശി മരിച്ച കാര്യം പറഞ്ഞപ്പോൾ അമ്മ മരിച്ച കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് ശരി, എല്ലാവരും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ എടുത്തോ, നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകണം, പുതിയ വീട്ടിലേക്ക് മാറാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് റിനി വന്ന് അച്ഛാ, നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടോ? അന്ന് അമ്മ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അമ്മയോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നില്ലേ? ഞാൻ വന്നപ്പോൾ നിങ്ങളത് പറയാതെ പോയി, പറ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് റിനി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറച്ചു വെക്കാൻ, നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാനാവുന്നില്ല, അത് ചർച്ച ചെയ്തതാ എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ഇപ്പോൾ ഇയാന് മൂത്രമൊഴിക്കാൻ വരികയും ഇത്തവണ ബോണ്ടി കൂട്ടിയിട്ട് പോയി അവിടെ ഒഴിക്ക് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവൻ ഒഴിക്കാൻ തുടങ്ങിയതും ഡോറിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഒഴിച്ചിരുന്നെങ്കിൽ ഓന്റെ കിടുങ്ങാമണി പോയനെ. ബോണ്ടി അലർന്ന ശബ്ദം കേട്ട് അച്ഛൻ ഓടി എത്തുമ്പോൾ ഇയാൻ പുറത്തുണ്ട്, ആരോ ഡോർ അടച്ചു എന്നൊക്കെ ചെക്കൻ പറയുമ്പോൾ അത് കേട്ട് അച്ഛൻ ഡോറിൽ ഇടിച്ച് തുറന്ന് നോക്കുമ്പോൾ ഇയാനെ ആരോ പിടിച്ച് കിണറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് കണ്ട് അച്ഛൻ ഓടിപ്പോയി കിണറ്റിലേക്ക് ഒരൊറ്റ ചാട്ടം, എന്നിട്ട് അവനെ പൊക്കിയെടുത്ത് കയറിൽ തൂങ്ങി ഒടുവിൽ ഇയാനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ നോക്കിയാൽ കിണറ്റിൽ ആ കൊടൂര പ്രേതം വെള്ളത്തിൽ നിന്നും പൊങ്ങി വരികയാണ്. എല്ലാവരും രക്ഷപ്പെട്ട് വീടിനകത്ത് കയറിയപ്പോൾ പുറത്ത് എന്തോ ശബ്ദം കേട്ടതിനാൽ പോയി നോക്കുമ്പോൾ നല്ല മഴ വരാൻ തുടങ്ങി. അതേപോലെ അല്പം ദൂരെ ഒരുപാട് പേർ കോട്ടും സ്യൂട്ടും ധരിച്ച് കുടയൊക്കെ പിടിച്ച് വരുന്ന കാഴ്ച കാണുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ സാത്താന്റെ അടിമകൾ ആണ്, സാത്താന് വേണ്ടി ജോലി ചെയ്യുന്നവർ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അത് കണ്ട് എല്ലാവരും വാതിലും ജനാലയും അടച്ച് അകത്ത് കയറി ആരും പേടിക്കണ്ട, അവർ നമ്മളെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ധൈര്യം നൽകുന്നുണ്ടെങ്കിലും ഇപ്പോൾ നോക്കിയാൽ മുത്തശ്ശിയുടെ വീൽ ചെയർ ഉരുണ്ട് വരാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് തെറിച്ചു വീഴുകയും ഭയന്ന് വിറച്ച് എല്ലാവരും ഒരു റൂമിൽ കയറിയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഡോർ അമാനുഷികമായി അടയുകയാണ്. എന്നാൽ ഇയാനും ബോണ്ടിയും മറ്റേ വശത്താണുള്ളത്. ബോണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാനെ ഒരു ശക്തി എടുത്തുകൊണ്ട് പോകാൻ നോക്കുകയാണ്. ഇയാൻ ആണെങ്കിൽ ഡോറിൽ പിടിച്ച് ഏട്ടാ രക്ഷിക്ക് എന്ന് പറയുകയാണ്. അത് കേട്ട് ഇവൻ എങ്ങനെയാ സംസാരിച്ചത് എന്ന് ബോണ്ടിക്ക് കൗതുകം തോന്നി. പെട്ടെന്ന് ഓടിപ്പോയി ഇയാനെ പിടിച്ചു നിർത്തിയപ്പോൾ അവിടേക്ക് അച്ഛനും എല്ലാവരും ഓടി എത്തുകയും ശേഷം എല്ലാവരെയും ആശ്വസിപ്പിച്ച്
പുറത്തിറങ്ങി, ഏയ് എനിക്ക് നിങ്ങളുടെ നിയമം എല്ലാം അറിയാം. ഞങ്ങളുടെ ഫാമിലിയിലെ അവസാനത്തെ കുട്ടിയെ മനസ്സറിഞ്ഞ് തന്നാൽ അല്ലെങ്കിൽ അവൻ മനസ്സോടെ വന്നാൽ മാത്രമല്ലേ അവനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. എനിക്ക് അവനെ നിങ്ങൾക്ക് തരാൻ മനസ്സില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ അവനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ അലറി പറയുമ്പോൾ സാത്താന്റെ ഗ്യാങ്ങിലുള്ളവർ കൈ നീട്ടിപ്പിടിച്ച് കയ്യിൽ നിന്നും എന്തോ മണ്ണ് അവിടെ വിതറുകയും ശേഷം അവിടുന്ന് പോവുകയും ചെയ്തു. ആരും പേടിക്കണ്ട, അവർ ഒന്നും ചെയ്യില്ല. അവരുടെ നിയമം ഒക്കെ എനിക്കറിയാം. എന്റെ സമ്മതം ഇല്ലാതെ ആരെയും അവർ കൊണ്ടുപോവില്ല. നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം എന്നൊക്കെ അച്ഛൻ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവശ്യമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് പോകേണ്ട വണ്ടി വരും, നമുക്ക് പോകാം. എന്നാൽ അതിനു മുൻപ് ഒരു ചെറിയ സർപ്രൈസ്. നാളെ എന്താ ദിവസം എന്നറിയോ? നമ്മുടെ ഇയാന്റെ പിറന്നാളല്ലേ. അവന്റെ 7ാമത്തെ പിറന്നാൾ നമുക്ക് അവസാനമായി ഇവിടെ ആഘോഷിച്ച് നാളെ പോകാം. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ്. അവിടേക്ക് ഉസ്താദ് വന്ന്, നിങ്ങൾ ഇവിടുന്ന് പോവുകയാണല്ലേ, ഇന്ന് നിങ്ങളുടെ ഇവിടുത്തെ അവസാന ദിവസമല്ലേ, ഞാനും ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ അതിനെന്താ, നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് പറയുകയും അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഓരോ കുശലം ചർച്ച ചെയ്ത് ഇരിക്കുമ്പോൾ 12 മണിയാവാൻ വെയിറ്റ് ചെയ്തെങ്കിലും എല്ലാവർക്കും ഉറക്കം വന്നതിനാൽ നിങ്ങൾ പോയിട്ട് കിടക്ക്, 12 മണിയാവുമ്പോൾ ഞാൻ വിളിക്കാം, എന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് പറഞ്ഞ് അവരെ വിടുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. എല്ലാവരെയും റൂമിൽ കൊണ്ടുപോയി കിടത്തി. ഒടുവിൽ വിളക്കും കത്തിച്ച് റിനി അവളുടെ റൂമിലേക്ക് പോയി കിടന്നപ്പോൾ ഇപ്പോഴാണ് ആ ലെറ്റർ ഉള്ള കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ഹെൻഡ്രയുടെ ഡെഡ് ബോഡിയിൽ നിന്നും വീണ ആ ലെറ്റർ ഇപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നതും തുറന്നു വായിക്കുന്നതും. അത് വായിച്ച് ഷോക്കായി നേരെ ടോണിയെ വിളിച്ചുണർത്തി, എടാ, ഇത് ബോഗിമാൻ എഴുതിയ പുതിയ പതിപ്പാണ്. ഇതിൽ സാത്താൻ 7ാം വയസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് ബലി കൊടുക്കാനല്ല, സാത്താന്റെ സന്തതികളായി വളർത്താനാണ്. സാത്താന്റെ എല്ലാ ശക്തിയും അവർക്ക് കിട്ടും. അങ്ങനെ ചെയ്താൽ ലോകം മൊത്തം സാത്താന്റെ കൺട്രോളിലാവും. അതേപോലെ മറ്റൊരു കാര്യം ബോഗിമാൻ പറയുന്നത്, ഈ വീട്ടിൽ നമ്മുടെ മുത്തശ്ശിയുടെ പ്രേതം ഒക്കെ വന്നിരുന്നില്ലേ, അതേപോലെ നമ്മുടെ അമ്മയുടെയും അമ്മ വന്നത് നമ്മുടെ അനിയനെ ഇയാനെ സാത്താന് കൊടുക്കാനാണ്. എന്നാൽ മുത്തശ്ശിയുടെ പ്രേതം ശ്രമിക്കുന്നത് ഇയാനെ സാത്താന് കൊടുക്കാതിരിക്കാനാണ്. ഇയാനെ കൊണ്ടുപോയിട്ട് അവർ കൊല്ലില്ല, സാത്താനായി വാഴിക്കാനാണ്. ഇന്നലെ രാത്രി സാത്താന്റെ അടിമകൾ വന്നിരുന്നില്ലേ, അവർ വന്നിട്ട് സാത്താന്റെ സന്തതി ഇവിടെയുണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ പുറത്തു നിന്നും എന്തോ ഒരു ചിരിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. പതുക്കെ പോയി നോക്കിയിട്ട് എന്തോ കണ്ട് ഭയന്ന് തിരിച്ചു വന്ന് ഡോർ അടച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ മറ്റേ റൂമിൽ ഇയാൻ സ്റ്റഡിയായി നിന്നിട്ട് ആരോടോ സംസാരിക്കുകയാണ്. അത് കണ്ട്, എടാ എന്താടാ നീ ചെയ്യുന്നത് എന്ന് ബോണ്ടി ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ് എന്ന് ഇയാൻ പറയുകയാണ്. സംസാരിക്കാൻ കഴിവില്ലാത്ത ഇയാൻ സംസാരിക്കുന്നത് കണ്ട് പേടിച്ച് ബോണ്ടി കട്ടിലിനടിയിൽ പോയി കിടക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ കാണാം. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ മരിച്ചുപോയ വൈഫ് അവിടെ കിടന്നിട്ടുണ്ട്. അത് കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. അതേപോലെ ഉസ്താദിന് എന്തോ ശബ്ദം കേട്ട് പുറത്തു പോയപ്പോൾ അവിടെ ഒരുപാട് പിശാചുകൾ കൊലവെറിയോടെ ഉസ്താദിനെ നോക്കി നിൽക്കുകയും ഉസ്താദിന്റെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ബാക്കിയുള്ളവർ ഓടിപ്പോയി കട്ടിലിനടിയിൽ അലറിക്കൊണ്ടിരിക്കുന്ന ബോണ്ടിയെ പുറത്തെടുത്ത് ഇയാനെവിടെ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നും ചിരിച്ചോണ്ട് ഇറങ്ങി വരികയാണ്. നോക്കിയാൽ പുറകെ അമ്മയുടെ പ്രേതവും ഉണ്ട്. ഇയാനെ വളച്ചെടുത്ത് സാത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് പുറത്തു പോയി നോക്കുമ്പോൾ അവിടെ അമ്മയുടെ പ്രേതത്തിന്റെ അടുത്ത് ഇയാൻ നിന്നിട്ടുണ്ട്. ടാറ്റ, ഞാൻ അമ്മയുടെ കൂടെ പോയിട്ട് വരാം അച്ഛാ എന്ന് പറയുകയാണ്. ചുറ്റിലും ഒരുപാട് സാത്താന്റെ കാവൽ പ്രേതങ്ങൾ നിന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരുപാട് പ്രേതാത്മാക്കൾ വന്ന് ഭയപ്പെടുത്താൻ തുടങ്ങി. പെട്ടെന്ന് പുറകിൽ ഡോർ തുറന്ന് ബോഗിമാൻ വരികയാണ്. ഇവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് വന്നതാണ്. വന്ന് വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് എല്ലാരെയും കയറ്റി നോക്കുമ്പോൾ പുറകിൽ സോംബികളെ പോലെ പ്രേതാത്മാക്കൾ നിന്നിട്ടുണ്ട്. ഇയാനെ രക്ഷിക്കണം, അവനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഇയാനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അവന്റെ മനസ്സ് മാറ്റി അവന്റെ അമ്മ പ്രേതം സാത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇയാൻ ഇപ്പോൾ ഒരു സാത്താനായി മാറി, അവനെ മറന്നേക്ക് എന്ന് ബോഗിമാൻ പറഞ്ഞ് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി ബോഗിമാൻ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഒരു സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അവർ നോർമലായി പഴയതൊക്കെ മറന്നിട്ട് ജീവിക്കുകയാണ്. അന്നേരം ആരോ കതക് തട്ടിയപ്പോൾ റിനി ഡോർ തുറന്നപ്പോൾ അടുത്ത റൂമിലെ ഒരു ലേഡി വന്ന്, ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് കൂടുതലായി പോയി, ചുമ്മാ കളയണ്ടല്ലോ എന്ന് കരുതി കൊണ്ടുവന്നതാ, നിങ്ങൾ ഇത് കഴിക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോവുകയാണ്. ശേഷം എല്ലാവരും ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ ഭക്ഷണം കൊടുത്ത അയൽവാസിയെ കാണാം. ആ ലേഡി പറയുന്നു, അവർ പാവം, ഞാൻ കൊടുത്ത ഭക്ഷണം ഒന്നും അറിയാതെ വാങ്ങി കഴിക്കുന്നുണ്ട്. അത് കേട്ട് ശരി, ഇനി അടുത്തതിനെ എത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കണം എന്ന് കൂടെയുള്ളവൻ പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഇവരും സാത്താന്റെ ഗ്രൂപ്പിലുള്ളവരാണ്. റിനിയുടെ ഫാമിലിയെ നോട്ടമിട്ട് വന്നതാണ്. അതെന്തിനാ ആ ഫാമിലിയിലെ അവസാനത്തെ പയ്യനെ സാത്താൻ കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്.
ആ ഫാമിലിയിലെ അവസാനത്തെ കുട്ടി ഇയാൻ ആയിരുന്നില്ലേ? ഇയാനെ സാത്താൻ കൊണ്ടുപോയി. ഇപ്പോൾ ആ ഫാമിലിയിലെ അവസാനത്തെ കുട്ടി ബോണ്ടിയല്ലേ? യെസ്, അതെ. അടുത്തതായി സാത്താൻ എടുക്കാൻ പോകുന്നത് ബോണ്ടിയെയാണ് എന്ന് കാണിച്ച് 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 2-ാം ഭാഗത്തിനായി ആരൊക്കെയാണോ കാത്തിരിക്കുന്നത് അവരൊക്കെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.